ഇന്നത്തെ ചിക്കൻ കറി ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു മീൽ പ്രിപ്പ് ചെയ്യാമേ. നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കുറേ വാങ്ങിയിട്ട് അത് പല ബാച്ചാക്കി തിരിച്ചിട്ട് ഓരോ ടൈപ്പിലുള്ള മാരിനേഷൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും. നമ്മൾ എല്ലാ ആഴ്ചയൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. ഈ ഒരു സൺഡേ ഫ്രീ കിട്ടിയതുകൊണ്ടും അടുത്ത വീക്ക് ഭയങ്കര ബിസി ആയതുകൊണ്ട് മാത്രമാണ് ഈ വീക്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് തന്തൂരി ചിക്കനുള്ള മാരിനേഷനാണ്. നമ്മൾ ഈ കവറിലേക്ക് തന്നെ ഇട്ടാൽ പിന്നെ നമ്മുടെ കയ്യിൽ മസാലയാവുന്ന ബുദ്ധിമുട്ടും. അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ്റെ മാരിനേഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തന്തൂരി ചിക്കൻ, പേരിടാത്ത ചിക്കൻ, പച്ച ചിക്കൻ, ഇത് 3 ഫ്രീസറിൽ എടുത്ത് വെക്കാം. നമുക്ക് അടുത്ത വീക്കിൽ എപ്പോഴാണോ വേണ്ടത് ഇത് എയർ ഫ്രൈ ചെയ്യുകയോ അവനിൽ ഗ്രില്ല് ചെയ്യുകയോ ചെയ്താൽ മതി.